ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹം നിറഞ്ഞ ഈ ആരാധനയുടെ, പ്രത്യേകിച്ച് ശ്രീ യേശുവിലെയും പ്രാർത്ഥനാലയത്തിൻ്റെ 47ാമത് ഈ കൂടിവരവിൻ്റെ ഭാഗമായി തീരുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. സ്നേഹം ബഹുമാനമുള്ള യേശുദാസച്ചൻ, ക്രിസ്തുദാസച്ചൻ, പ്രിയപ്പെട്ടവരുടെ സഹധർമ്മിണികൾ ഇവിടെയുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് മുഖാന്തരമായിരിക്കുന്ന പ്രിയപ്പെട്ട മണിയം പ്രസംഗിയാരപ്പച്ചൻ, പ്രിയമ്മശി, എല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ കൂട്ടായ്മയുമായുള്ള പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ട് കടന്നു വരുവാൻ ദൈവം കൃപ നൽകിയത്. ഞാൻ ചിന്തിക്കുന്നു, കൊച്ചമ്മയോട് സംസാരിച്ചപ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിയുക. കാരണം വളരെ യാദൃശ്ചികം എന്ന് പറയാം ഇവിടെ നിൽക്കുവാൻ ദൈവം കൃപ നൽകിയത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ പ്രഭാതം നിങ്ങളോടൊപ്പം നമുക്കൊരുമിച്ചായിരിക്കുക എന്നുള്ളത്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. മതിയോ? സ്തുതിച്ച് കഴിഞ്ഞോ? ഒന്ന് മതിയോ? പിന്നെ സ്തുതിച്ചോ? ഓക്കെ. നമ്മുടെയൊക്കെ സ്തുതിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പലപ്പോഴും പറയും 3 ത്രിയേക ദൈവത്തിന് 3 ഹല്ലേലൂയ. ഒറ്റ ഹല്ലേലൂയ പറയുമ്പം സംതിങ് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 3 ഹല്ലേലൂയൊക്കെ പറയണം. നമ്മൾ പലതൊക്കെ ഇങ്ങനെ ആരൊക്കെയോ പഠിപ്പിച്ച് നമ്മളിങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്തുതിക്കാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം, സ്തോത്രം പറയണം, ഹല്ലേലൂയ പറയണം, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. ഞാൻ ചിന്തിക്കുന്നത്, ഈ വർഷത്തെ 47ാമത് ഈ കൂട്ടായ്മയുടെ 2 കൺവെൻഷൻ പ്രസംഗകർ അവരിവിടെ വരാൻ എനിക്കും ഒരു മുഖാന്തരമായി തീരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനിങ്ങനെ, ഞാനും അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിൽ നിന്നാണ് അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ 2 പേർ ഇവിടെ ഈ രാത്രികളിലൊക്കെ ദൈവവചനമായിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിങ് എനിക്ക് ദൈവം അവസരം നൽകിയത്. ഞാനിത് ആമുഖമായിട്ട് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പദ്ധതി തിരിച്ചറിഞ്ഞ് ആ പദ്ധതിക്കനുസരിച്ച് ജീവിച്ചാൽ എളുപ്പമാണ്. അല്ലേ? ആണോ? അല്ലേ? ആണോ? ആണോ? ഓടേണ്ട ട്രാക്കുണ്ട്, ഓടേണ്ട രീതികളുണ്ട്. നമ്മളൊക്കെ നന്നായിട്ട് ഓടാൻ അറിഞ്ഞൂടാത്ത ആരെയും ഉണ്ടോ? ഓടാൻ അറിഞ്ഞൂടാത്ത ആരുമില്ലേ? ഓടാൻ പറ്റുമോ? ഇപ്പോഴും കണ്ടു തന്നെ അറിയാം, പ്രായമൊക്കെ വളരെ ചിലർക്കൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഓടാൻ പറ്റുമോ? ആവുന്ന കാലത്ത് നന്നായിട്ട് ഓടിയത് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഈ 1000 മീറ്ററൊക്കെ ഓടുന്നൊരു ഓട്ടത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം ഉള്ള രസമെന്ന് പറഞ്ഞാൽ ഓടിയിട്ടുള്ളവർക്കറിയാം. ഈ ഓടാൻ തുടങ്ങുമ്പം നല്ല ആവേശമാണ്. ഈ ഓടി ഓടി ഓരോ റൗണ്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്യുമ്പം നമുക്ക് ചിന്തിക്കും, നമുക്ക് ഓടാൻ പറ്റും. നമ്മൾ അന്നാ മനസ്സിലാവും ഓടാൻ പറ്റും. പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പുറകെ നിന്നുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഫ്രണ്ടിൽ നിന്ന് ഓടും. അപ്പോഴും നമ്മൾ ഓടും. ഓടിയിട്ടുള്ളവർക്കിത് മനസ്സിലാവും. ഓടിയിട്ടുള്ളവർ അപ്പോഴും നമ്മൾ ഓടും. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ കൈയും കാലും ഒക്കെ ചലിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ബൂസ്റ്റപ്പ് അതങ്ങ് കുറഞ്ഞ് സ്റ്റാമിന എന്ന് പറയും. അതാണ് സ്റ്റാമിന. എല്ലാവരും ഓടുകയാണ്. പക്ഷെ ചിലരൊക്കെ സ്റ്റാമിനയോടുകൂടെ ഓടുന്നുണ്ട്. കാരണം അവർ നന്നായിട്ട് ട്രെയിൻഡാണ്, വെൽ ട്രെയിൻഡാണ്. ഏതോ ലാപ്പിൽ എവിടെ കയറി ഓടണം, എങ്ങനെ ഓടണം, അവർ വെൽ പ്ലാൻഡ്. നമ്മളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഞാൻ ഓട്ട മത്സരത്തിന് വളരെ ആഗ്രഹത്തോടെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ സെമിനാരിയിലാണ് എനിക്കൊരവസരം ഒരവസരം ലഭിച്ചത്, ശ്രാംപൂർ കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഓടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓടാൻ പറ്റും, പക്ഷേ ഒരു ദിവസം കൊണ്ട് നേരെ ഓടാനായിട്ട് പറ്റില്ല. ഇതിനൊരു പ്രാക്ടീസ് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവം നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവിക പദ്ധതിയോടുകൂടെ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ
ദൈവത്തിനൊരു പദ്ധതിയുണ്ട് മക്കളെ. അതെന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഞാൻ ഈ പ്രഭാതത്തിൽ വളരെ വളരെ അധികം സന്തോഷവാനാണ്. കാരണം അച്ഛൻ അവസാന നിമിഷത്തിൽ പറഞ്ഞ ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുവാൻ ഒരു യൗവനക്കാരൻ്റെ ആഗ്രഹം, അത് പറയുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ കണ്ണുകളിങ്ങനെ ഈറനണിയുകയായിരുന്നു. അതുതന്നെയാണ് ഈ കൂട്ടായ്മ ശുശ്രൂഷയുടെയൊക്കെ വിജയമെന്ന് പറയുന്നത്. യേശു വിജയം പ്രാർത്ഥനാലയം, അത് യേശുവിന് വിജയം കൊടുത്തുകൊണ്ട് ഒരു അപ്പച്ചൻ അദ്ദേഹം തൻ്റെ യൗവനത്തിൽ തനിക്ക് യേശുവിനെ കണ്ടുമുട്ടുവാൻ, യേശു എങ്ങനെയുള്ളവെന്ന് രുചിച്ചറിയുവാൻ, ആ രുചിച്ചറിഞ്ഞ രുചിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ, മക്കളെടാ ഇങ്ങനൊരു സംഭവമുണ്ട്, നീ ഒന്ന് രുചിച്ച് നോക്ക്, ഇങ്ങനൊരു യേശുവുണ്ട്, ഈ യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്ക്, യേശുവിനോട് പ്രാർത്ഥിക്കുക, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ ഒരു വിടുതലുണ്ടാവും. എങ്ങനെയാ പറഞ്ഞത്? അനുഭവിച്ചിട്ട്. ഞാൻ പറയുന്നത് കേട്ടോ? എങ്ങനെയാ പറഞ്ഞേ? അനുഭവിച്ചിട്ട് ദൈവം ട്രെയിൻ ചെയ്ത് ദൈവം ചില നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശപ്രകാരം ഓടിയത് കൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ ഒരു 3 മാസം 6 മാസം കൊണ്ട് നിന്ന് പോകുന്ന അനേകം കൂട്ടായ്മകൾ നിലനിൽക്കുമ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞ് നിർത്തലാക്കപ്പെടുന്ന കൂട്ടായ്മകൾ ദേശത്തിൽ കൂണുപോലെ ഒരു മഴയത്തിങ്ങനെ സ്പോട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇതിങ്ങനെ നിൽക്കുന്നുവെങ്കിൽ, ഏതേലും ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എനിക്കിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം കാണാം. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, എനിക്കിച്ചിരി പ്രശ്നമുണ്ട്. തോന്നുന്നുണ്ടോ? തോന്നൂല. ആർക്കും കണ്ടാൽ തോന്നൂല, പക്ഷേ അടുത്തറിയാമെന്നുള്ളവർക്കേ അറിയാവൂ. ഇച്ചിരി പ്രശ്നം എനിക്കുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെയൊക്കെ മൈൻഡ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ചിലർ സ്തുതിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മ, ഈ ബാൻഡൊക്കെ വച്ച് ഇങ്ങനെ അടിച്ച് പാടുന്നതിൻ്റെ അടുത്തിരുന്ന് ഉറങ്ങുന്ന, പക്ഷെ ഉറങ്ങുമ്പോഴെന്ത് ചെയ്യും? നിങ്ങൾ ഇതൊക്കെ കാണണമെങ്കിൽ പല ആരാധനകൾക്കൊക്കെ ഇങ്ങനെ പോകണം. ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നേ, സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, പക്ഷെ ആശാൻ ചോദിച്ചു തട്ടിക്കഴിഞ്ഞാൽ, കാരണം എന്താണ്? നല്ല ഉറക്കമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? നിങ്ങൾക്കുണ്ടാവില്ല. ചിലരൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്, സ്വിച്ചിട്ട പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങും. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളുടെ മൈൻഡ് എവിടെയെങ്കിലും പോയാൽ, നിങ്ങളുടെ ശരീരം കൊണ്ട് എന്തായാലും പെട്ടിവിടെ ഇരിക്കുക, ഏറ്റവും പുറകിൽ 2 പേര് കുഞ്ഞുങ്ങൾ, അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങളെന്ത് ചെയ്യുക? ഉറക്കം വന്ന് നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അപ്പോഴെന്ത് ചെയ്യും? വിളിച്ച് ഉണർത്തും. കാരണം നമ്മളിപ്പോൾ ഉറങ്ങാനല്ല വന്നത്. എന്തിനാണ്? ദൈവവചനം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷീണം വന്നാൽ എന്ത് ചെയ്യും? ക്ഷീണം വരില്ലേ നിങ്ങൾക്ക്? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അധ്വാനിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. 4 മണി തൊട്ട് പ്രാർത്ഥന, വചനം വായനയല്ല, ശാരീരികമായ കായികമായ അധ്വാനം ഞാൻ ചെയ്യാറുണ്ട് 4 മണി തൊട്ട്. അപ്പം എന്നെ ഒന്ന് പിടിച്ചിവിടെ ഇരുത്തിയിട്ട് ക്രിസ്തുമസ് അച്ഛൻ, ഇവിടെ 2 പേരും നന്നായിട്ട് കൺവെൻഷന് പ്രസംഗിക്കുന്നവരാണ്, അച്ഛന്മാരാണ്. ഈ അച്ഛന്മാർ പ്രസംഗിച്ചാൽ ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. സത്യം, ഉറങ്ങും. എന്തുകൊണ്ട്? എൻ്റെ ശരീരം ബലഹീനമാണ്. പക്ഷെ എൻ്റെ ആത്മാവിനകത്തൊരു ദാഹം ഉണ്ടെങ്കിൽ ഉറങ്ങുമോ? ഇല്ല. എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? ഉള്ളിൽ സ്തോത്രവും സ്തുതിയും പറഞ്ഞുകൊണ്ടിരിക്കും. ചെല്ലുന്ന പ്രിയച്ഛനോട്, നമ്മുടെ അരികിലിരിക്കുന്നവരെ ഒന്ന് നോക്കുക, ഒന്ന് നോക്കി പറയുക, രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. നമ്മളൊക്കെ ഇറങ്ങി തിരിച്ചത്, വേദപുസ്തകം കയ്യിലെടുത്തത്, ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി? പൈസ കിട്ടാൻ വേണ്ടിയാണോ? രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ? പറ. എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്?
അറിഞ്ഞുകൂടെങ്കിൽ ഇന്ന് ഒരു ഉത്തരം കണ്ടെത്തിയിട്ട് പോകണം. ഞാൻ പറഞ്ഞില്ല, ഒരു വലിയൊരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ മേൽ ഭാരമായിട്ട് കയറ്റി വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ഭാരം അതെൻ്റെ മേൽ ദൈവം തന്നു. അത് എനിക്ക് ഒറ്റയ്ക്കെടുക്കാൻ താല്പര്യമില്ല. അതിനൊന്ന് ഷെയർ ചെയ്യുക. ആ ദൈവം തന്ന ഭാരത്തെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലായിടത്തും ആൾക്കാർക്ക് ആഗ്രഹം എന്ത് കിട്ടണം? നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? എങ്കിൽ ചിരിച്ചോണ്ടൊന്ന് ഹല്ലേലൂയ പറ. ഇനി ദുഃഖം, ഒത്തിരി കഷ്ടപ്പെടണമെന്നുള്ളവർ മാത്രം ഒന്ന് സ്തുതിച്ചേ. കുറച്ച് കഷ്ടപ്പാട് എനിക്ക് വേണം. മക്കളെ, കഷ്ടപ്പെടാതെ ഒരനുഗ്രഹവും കിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ തരുന്നൊരു കർത്താവല്ല ഞാൻ മനസ്സിലാക്കിയ കർത്താവ്. ഞാൻ മനസ്സിലാക്കിയ കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ ചില ഭാരമുണ്ട്. ഈ കാലഘട്ടത്തിൽ രക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധവുമില്ല, ബോധ്യവുമില്ല. എന്തിനെക്കുറിച്ച്? രക്ഷപ്പെടാൻ വേണ്ടിയ രക്ഷിക്കപ്പെട്ടോ എന്ന് പലരും ചോദിക്കുമായിരുന്നു പണ്ടോ. ഇപ്പം ആ ചോദ്യമൊക്കെ ആരുടെ ചോദിക്കും? എല്ലാം അടിപൊളി, രക്ഷപ്പെട്ടിരിക്കുക, എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു പൈതലിൻ്റെ തീരുമാനം എനിക്ക് വളരെ സന്തോഷമായി. അതേപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്ന അമ്മമാരെ, പിതാക്കന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇപ്പം 310 രൂപ ഏകദേശം കിട്ടേണ്ട സമയമാണ് കളഞ്ഞു പിടിച്ചത്. ആണോ? അല്ലേ? കേന്ദ്ര സർക്കാരിൽ നിന്ന്, അതും സാധാരണ അല്ല, സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരാണ് ഇന്ന് അനേകർ. ഇന്ന് സോക്കാൾഡ് കരിസ്മാറ്റിക് പെൻഡക്കോസ്റ്റൽ ചർച്ചസിൽ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ പാസ്റ്ററും കാണും, 1-2 പേര് കാണും. അച്ഛൻ നമ്മൾ പിന്നെ പറയണ്ടല്ല. നമ്മൾ പിന്നെ അതുകൊണ്ട് ഇപ്പം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്, ആരാധനകൾ കുറയ്ക്കാം. കാരണം നമുക്ക് ആരാധിക്കാൻ എത്രയോ സ്ഥലമുണ്ട്, എവിടെ പോയാലും ആരാധിക്കാം. ജനത്തിന് ആരാധിക്കാൻ സമയമില്ല. കാര്യം എന്താ? ഒരു കാലഘട്ടത്തിൽ ആലയങ്ങൾ നിറഞ്ഞിരുന്നു, കൂട്ടായ്മകൾ നിറഞ്ഞിരുന്നു. എന്തിനു വേണ്ടി? നന്മകൾക്ക് വേണ്ടി. തുടക്കം അതല്ല ഞാൻ പറഞ്ഞത്. ഇടക്കാലങ്ങളിൽ ആലയങ്ങളിൽ രോഗം വന്നാൽ എവിടെ വരും? ആലയത്തിൽ വരും. ആർക്കെങ്കിലും രോഗം വന്നാൽ, പ്രശ്നം വന്നാൽ എല്ലാം ആലയത്തിൽ വരും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ചിക്കിലിയില്ല. അമ്മമാരെ ഏറ്റവും കൂടുതൽ കൂട്ടായ്മയ്ക്ക് വരുന്നത് അന്നും ഇന്നും അമ്മമാരാണ്. അമ്മമാരുടെ ഹൃദയം അങ്ങനെ ദൈവം അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുക. അമ്മമാർ ഓടി വരും. കാര്യം എന്താണെന്ന് പറയുമോ? വീട്ടിൻ്റെ ഭാരങ്ങൾ. ഇന്നെന്തുകൊണ്ട് അമ്മമാർക്ക് ഈ പ്രഭാത കൂട്ടായ്മകൾക്ക് വരാൻ കഴിയുന്നില്ല? ചിക്കിലി സർക്കാർ തരും. ഒരു മൺവെട്ടി, ഒരു ചെറിയ ചട്ടി, ഇത് കേട്ടങ്ങോട്ട് പോയിട്ട് പതിയെ തട്ടി നിന്നാലും ഇപ്പം മാറി, സ്ലാബൊക്കെ മാറി. എനിക്കറിയാം, ബോധ്യമുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണുണ്ട്. വെച്ചാൽ അങ്ങ് തൊഴിലുറപ്പ് മേഖലയിൽ വന്ന് പണി ചെയ്ത് നോക്കണം ഒരു ദിവസം. ഇപ്പം പണിയൊക്കെ ചെയ്യണം. കാരണം അളവുണ്ട്. ഇത്ര അളവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്താലേ എന്ത് കിട്ടൂ? ശമ്പളം കിട്ടൂ എന്നുള്ള സ്ഥിതിയിലോട്ടോ ആ മേഖലയും തൊഴിലുറപ്പ് മേഖലയും എത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നോക്കി ഇറങ്ങിയ ജനം, ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവർ, അവർ ദൈവത്തിന് വേണ്ടി, ദൈവം ഒരുക്കിയ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം ദൈവത്തിൻ്റെ രക്ഷ വേണ്ട. യെശയ്യാ പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഇത് ദൈവത്തിൻ്റെതാ. ഇന്ന് ദൈവത്തെ നോക്കി നടക്കുന്നത് പലതിനും വേണ്ടിയ രക്ഷ, ആത്മരക്ഷ എത്ര പേർ കരസ്ഥമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണുണ്ട്? ദിവസവും എഴുന്നേറ്റിരുന്ന കർത്താവേ, എൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകല്ലേ, എൻ്റെ ആത്മാവിന് ഒരു നിത്യരക്ഷയുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകല്ലേ. എൻ്റെ കുഞ്ഞ്, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ നിത്യതയിൽ കാണണം. അവിടെ കാണണം. എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം, രക്ഷ പ്രാപിക്കണം. ആ രക്ഷ നൽകുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഒരു നാമമേ ഉള്ളൂ. അതേത് നാമോ? യേശു എന്ന നാമമാണ്. ആ യേശു എന്ന നാമത്തിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് രക്ഷയാണ്, മോക്ഷമാണ്, എറ്റേണൽ ലൈഫാണ്, സായുജ്യമാണ്. പല പേരിൽ പലരുമൊക്കെ ഇതിനെ കാണുന്നുണ്ട്.
ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നേടാൻ വേണ്ടി പലതുമൊക്കെ മനുഷ്യൻ തൻ്റെ കഴിവ് കൊണ്ട് ബുദ്ധി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ദൈവം ഇതാ പറയുക, ഇത് സൗജന്യമായിട്ട് ഞാൻ തരാം. ആ സൗജന്യമായിട്ട് തരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ദൈവം സൗജന്യം ഫ്രീ ആയി തരികയാണല്ലോ എന്ന്. പക്ഷെ അത് ഫ്രീ ആയിട്ട് തരണമെങ്കിൽ ദൈവം അതിനു വേണ്ടി ഒത്തിരിയേറെ ചെലവിട്ടു. എന്താ ദൈവം ചെലവിട്ടതെന്നറിയാമോ? സ്വന്തം ജീവനെ മറുവിലയായിട്ട് നൽകി. മനുഷ്യ, നിനക്ക് നിത്യമായ ജീവിതം തരുവാൻ, നിന്റെ ആത്മാവിന് അത് നിത്യതയുള്ളതാ, അത് അമർത്യമായതാ. കാരണം ദൈവം തന്നതാ ഓരോ മനുഷ്യരിലിരിക്കുന്ന ആത്മാവ്. എന്നാൽ പാപം ചെയ്തവന്റെ ആത്മാവ് അത് പോകുന്ന നിത്യമായ നരകത്തിലാണ്. അവിടെ ചെന്ന് വീഴാതിരിപ്പാൻ, നിത്യമായ സ്വർഗത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി ജീവനെ മറുവിലയായി നൽകി. നിത്യമായ രക്ഷാമാർഗം സൗജന്യമായി ഒരുക്കി. പക്ഷെ ഇന്ന് മനുഷ്യന് ഈ രക്ഷ വേണ്ട, ഈ രക്ഷകളിലൂടെയുള്ള നന്മ കിട്ടിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഒന്ന്, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരുടെ രക്ഷപ്പെടലിന് വേണ്ടി, അനേകർ മാനസാന്തരപ്പെടുവാൻ, അനേകർ കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ വേണ്ടി ആര് പ്രാർത്ഥിക്കണം? ഇവിടെ ഇപ്പം പ്രശ്നം, നമുക്ക് വീടില്ല, നമുക്ക് കാറില്ല, നമ്മുടെ മക്കൾക്ക് അവരെ ഒന്ന് പച്ച പിടിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എന്തിനു വേണ്ടി? മക്കളെ, കൂട്ടായ്മയിലൊക്കെ ആൾ കുറയും, രക്ഷ മാത്രം. ഓ ഇതാ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കർത്താവ് ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും, എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഇടയ്ക്കായിട്ട് ഞാൻ എവിടെയോ കേട്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരിടത്തിങ്ങനെ പാസ്റ്റർ ഇങ്ങനെ ചോദിച്ചു, ദൈവസന്നിധിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് സ്തുതിക്കാമോ? ദൈവസന്നിധിയിൽ പോകാൻ ആഗ്രഹമുള്ളവർ. ഒറ്റെണ്ണത്തിനും പോകാൻ ആഗ്രഹമില്ലേ? നേരത്തെ അനുഗ്രഹം ചിരിച്ചുകൊണ്ടൊക്കെ നന്നായിട്ട് സ്തുതിച്ചു. ദൈവസന്നിധിയിൽ പോകാൻ ആഗ്രഹമുള്ളവർ. ഇനി രണ്ടാമത്തെ ചോദ്യമായിരുന്നു, ആദ്യം ആർക്കാ പോകേണ്ടത്? സ്തുതിക്കാൻ പറഞ്ഞു. രണ്ടും അമ്മച്ചിമാരൊക്കെ സ്തുതിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത പയ്യൻ എണീറ്റ്, പപ്പ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ, മക്കളെ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, നീ അതാ സ്തുതിക്കണത്. കാര്യം എന്താണ്? അതിൻ്റെ അർത്ഥം, മതി അച്ഛാ, ഇവിടത്തെ ജീവിതം മതി, എനിക്ക് കർത്താവിൻ്റെ അരികിൽ പോയാൽ മതി. ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെടും, നിത്യതയിലേക്ക് ദൈവ പൈതൽ പ്രവേശിക്കപ്പെടും. ഇന്ന് ദൈവത്തോടൊപ്പം നടക്കണം, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ ആർക്കും താല്പര്യമില്ല. വളരെ സന്തോഷത്തിൻ്റെ വചനമല്ല ഈ 2025 ദൈവം തരുന്നത്. പക്ഷേ ഇത് അനുസരിച്ചാൽ അനുഗ്രഹം, സന്തോഷം, അതിന് ഒരു കുറവുമില്ല. ഈ രക്ഷ ദൈവം തന്നത്, ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവന് പനി വന്നാലും അവൻ സ്തുതിക്കും, ഹല്ലേലൂയ പറയും. അവന് കാല് പൊട്ടൽ വന്നാലും അവൻ തുള്ളിച്ചാടും, ഒറ്റക്കാലിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കും. അവൻ വാർദ്ധക്യമായാലും ആ രക്ഷയുടെ സന്തോഷമുള്ള വ്യക്തി എത്ര വയസ്സ് ചെന്നാലും, എത്ര ബലഹീനപ്പെട്ടിരുന്നാലും അവിടെ മുഖത്തൊരു പ്രത്യാശ കാണും, അവിടെ മുഖത്തൊരു തിളക്കം കാണും, ഒരു ഗ്ലോറിയസ് ഒരു അനുഭവം, അവിടെ മുഖത്തൊരു ഹാലോ ഫീലിംഗ് ഉണ്ടാവും, ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. അതെവിടെ നിന്നാണ് കിട്ടിയത്? ഒരു ഏക്കർ കണക്കിന് ഉള്ളതിലല്ല, കോടിക്കണക്കിന് വസ്തു ഉള്ളതിലല്ല, നല്ല മസിൽ പവർ ഉള്ളത് കൊണ്ടല്ല, വിളിച്ചാൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ടല്ല. പിന്നെയോ, എനിക്ക് ഒരു രക്ഷകനുണ്ട്, എനിക്ക് നിത്യമായ ഒരു രക്ഷ കരസ്ഥമാക്കി ഞാൻ യേശുവിൻ്റെ പൈതലാണെന്നൊരു തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നൊരു അനുഗ്രഹം. അതാർക്കും എടുത്ത് കളയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാപ്രവൃത്തിയെ തിരിച്ചറിഞ്ഞ് ആ രക്ഷകനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ തക്കവണ്ണം, യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കൊണ്ട് അവിടെ നിന്ന് വിടുവിക്കുന്നവനാണ് യേശു. പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നത് യേശുവാണ്. അവൻ രക്ഷകനാണ്.
ആ രക്ഷ കരസ്ഥമാക്കണം. എന്നാൽ ദൈവം ഒരു കൂട്ടരെ രക്ഷിച്ച് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഉൽപ്പത്തി പുറപ്പാടിൽ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചൊക്കെ കൊണ്ടുവരികയാണ്. ഇവരോടുകൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ആരാ നടത്തുന്നത്? ഇവരെ ലീഡ് ചെയ്യണം ആരാ? മക്കളെ, ആരാ ലീഡ് ചെയ്യണവരെ? ആ ദൈവം ലീഡ് ചെയ്യണം. ദൈവം ഇങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക, നയിച്ചെല്ലാം കൊണ്ടുപോവുക. ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുക. അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുക, നീ അങ്ങോട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങ്, മുകളിലോട്ട് നോക്ക്, താഴോട്ട് നോക്ക്, ഇതേപോലെ നിന്റെ സന്തതി അനുഗ്രഹിക്കും. ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാ. ഇങ്ങനെ പോകും. പോകെ പിന്നെ ജനത്തിന് ആരെ വേണ്ട? ദൈവത്തിനെ വേണ്ട. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ വളരെ വേദനയോടെ ദൈവിക ദർശനം കണ്ടിട്ട് അവൻ വിളിച്ചു പറയുക, ദൈവത്തിൽ നിന്ന് കിട്ടിയ ദർശനം ഇങ്ങനെ പറയുക 2ാം വാക്യത്തിൽ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. യഹോവ അരുൾ ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്തെന്നറിയാമോ? മത്സരം. ആരോട്? ദൈവത്തോട് മത്സരിക്കുക. ദൈവത്തോട് മത്സരിക്കുന്നുണ്ടോ? ദൈവം പറയുക, ആകാശമേ നീ കേൾക്ക്, ഭൂമിയെ നീ എനിക്ക് ചെവിതാ, ഞാൻ കുറേ മക്കളെ പോറ്റി വളർത്തി, പക്ഷെ അവരിന്ന് എന്നോട് മത്സരിക്കുക. ദൈവം വിടുവിച്ച് ദൈവം രക്ഷകനായി കൂടെ ഇരുന്ന് വഴി നടത്തിയ ജനം വഴിയിൽ അവർ ദൈവത്തെ വിട്ടു പോവുകയാണ്. എത്ര വയസ്സായി കുഞ്ഞൂസിന്? മിണ്ടായിരിക്കാത്തോണ്ടല്ലേ. മക്കളെ എത്ര വയസ്സായടാ? അറിയാം. 3 2.5 എത്ര വയസ്സായി? 5 നമ്മടുക്കാൻ കണ്ടാതൊന്നുമില്ല. കൊള്ള. നിനക്ക് ആരെയാണ് ഇഷ്ടം കൂടുതൽ? ആരെയെ കൂടുതൽ ഇഷ്ടം നിനക്ക്? ആരെ ഇഷ്ടമില്ലേ? ഒറ്റ എണ്ണത്തിന് ഇഷ്ടമില്ല. പക്ഷെ അവൻ്റെ മുഖം കണ്ട വളരെ പ്ലസൻ്റാണ്, വളരെ ചിരിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാരായിരുന്നു? നമുക്ക് ആരെ കാണാൻ ഇഷ്ടം? മക്കളെ, കൊച്ചുമക്കൾ പറയടാ, മോള് പറ, ആരെ കാണാൻ ഇഷ്ടം? അച്ഛൻ്റെ മോളല്ലേ? ആരെ കാണാൻ ഇഷ്ടം? പറയൂല. നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ആരെ കാണാൻ? ഇവിടെ ഇരിക്കണ അമ്മമാർ പറ, അപ്പന്മാർ പറ, ആരെ കാണാൻ കാത്തിരിക്കും? നിങ്ങൾ ആരെയും പ്രസംഗം കേൾക്കാൻ വന്നാൽ പിന്നെ നമ്മളെല്ലാം ആത്മീയരാണ്. പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ മാത്രമല്ല. ഞാൻ ചോദിച്ചാൽ വീട്ടിലെ കാര്യം, വീട്ടിൽ ആരെ കാണാൻ കാത്തിരിക്കും? മക്കളെ കാണാൻ. അത് അമ്മമാർ. അമ്മയും അപ്പനൊക്കെ മക്കളെ പോറ്റി വളർത്തിയോണ്ട് അവരെ കാണാൻ കാത്തിരിക്കും. മക്കളുടെ അടുത്താണ് ഞാൻ ചോദിച്ചത്. കുഞ്ഞിലെ മക്കൾ ആരെ കാണാൻ കാത്തിരിക്കും? അപ്പനെ അമ്മയെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടും. ആരുടെ അടുത്തോട്ട്? അപ്പൻ്റെ അടുത്തോട്ട്, അമ്മയുടെ അടുത്ത്. എന്ത് കാര്യം എന്താണെന്നറിയാമോ? അപ്പൻ ചിലത് കൊണ്ടുവരും. ഞങ്ങളുടെ നാട്ടിൽ പണ്ടം എന്ന് പറയും. പണ്ടം ഞങ്ങളെന്ത് പറയും? ടീം സ്നാക്സ്. പപ്പ സ്നാക്സ് വാങ്ങാൻ മറക്കരുത്. പണ്ട് ഞങ്ങൾ പറയുന്ന പണ്ടം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ, ലോക്കൽ ലാംഗ്വേജ്. ഇത് കൊണ്ടുവരും. അറിയാം, അമ്മ അറിയാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി റെഡിയാക്കി എന്ത് ചെയ്തിരിക്കും? വച്ചിരിക്കും. ഇത് കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വന്നാൽ എന്ത് ചെയ്യും? സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വെറുതെ ഇരിക്കും. ആണോ? നിങ്ങൾ ആത്മീയമായിട്ട് ആരാധിച്ചതാ? ചിലരൊക്കെ കഴുത്തൊക്കെ റെഡിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കി. ഇവിടെ ഒരാൾ ഇറങ്ങിയാൽ ഇവിടെ നോക്കും, ഇവിടെ ഒരാൾ ഇറങ്ങിയാൽ അപ്പുറത്ത് നോക്കും. അപ്പോൾ പിന്നെ ടെൻഷനില്ല. ഇനി അച്ഛൻ കണ്ട് ഇനി കർത്താവേ പ്രസംഗം കേൾക്കണോ വേണ്ടയോ, പകുതി വഴിയിൽ ഇറങ്ങി പോയാലും കൊള്ളാം. നിങ്ങളുടെ പ്രശ്നമല്ല. ഇവരൊക്കെ നല്ല ആൾക്കാരാണ്. നിങ്ങൾ നല്ല ആൾക്കാരാണ്. വീണ്ടും വീണ്ടും പറയും നിങ്ങൾ നല്ല ആൾക്കാരാണ്. എൻ്റെയാണ് പ്രശ്നം. ഏതെങ്കിലും ഒന്ന് ഉറങ്ങിയ അച്ഛൻ ലെറ്റ് ഇറ്റ് ബി, അതിനങ്ങ് ഉറങ്ങാൻ വിട്. അച്ഛൻ പ്രസംഗിക്കും, വല്ലതും പറയാൻ കൊണ്ടുവന്നെങ്കിൽ പറഞ്ഞിട്ട് വയ്ക്കോ. പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവരും കേട്ടിരിക്കണം. കർത്താവിൽ പ്രിയരെ, ഒരു അപ്പനും അമ്മയൊക്കെ കടന്നു വരുമ്പോൾ, വിദൂരത്തിൽ നിന്ന് വരുമ്പോൾ മക്കൾ കാത്തിരിക്കും, ഓടിപ്പോകും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, ചാടിക്കയറും.
എന്നിട്ട് പപ്പയോട് ചോദിക്കും, പപ്പ ഒന്നും കൊണ്ടുവന്നില്ലേ, അമ്മ ഒന്നും ഇന്ന് എന്തോ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കിയത് ചോദിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മക്കൾ വലുതാകും. പിന്നെ അവൻ ജോലിക്ക് പോകും, അവൻ പൈസ ഉണ്ടാക്കും. അവൻ എന്താണോ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയത് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? ഏൺ ചെയ്യാൻ തുടങ്ങും. പിന്നെ എത്ര മക്കൾ അപ്പനെ കാത്തിരിക്കും? നിങ്ങൾ പറഞ്ഞു, അപ്പനും അമ്മയൊക്കെ മക്കളെ കാത്തിരിക്കുന്ന ഒത്തിരി വീട് ഇന്നും ഉണ്ട്, ഇല്ലാത്ത വീടുമുണ്ട്. പക്ഷെ ഒത്തിരി അപ്പനും അമ്മയും മക്കളെ കാത്തിരിക്കാറുണ്ട്. പക്ഷെ എത്ര മക്കളും എത്ര മകൻ എത്ര മകൾ അപ്പനെയും അമ്മയും കാത്തിരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് അങ്ങനെയാ. ഇന്ന് ദൈവമേ എനിക്ക് വീട് വേണം പ്രാർത്ഥനയായിരുന്നു, കണ്ണുനീരായിരുന്നു. ദൈവം വീട് തന്നു, ബായ്, എനിക്ക് വീടായി, കിടന്നോളാം. അടുത്തൊരു പ്രശ്നം വന്നു. എവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു സാധനം കിട്ടുന്നത്, എവിടെയാ വിജയം കിട്ടുന്നത്? ശ്രീ യേശു വിജയം, അങ്ങോട്ട് പോവാം. നമുക്കൊരു പള്ളി ഉണ്ടായിരുന്നു, ഒരച്ഛനുണ്ട്, അവിടെ ഒരുമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പൂരിപ്പിച്ചോണം. ഉണ്ട്, പല സഭകളിൽ ഇന്നും ഉണ്ട്. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടണം. അവിടെ പോകും, പ്രാർത്ഥിക്കും, ദൈവം നന്മകൾ നൽകും. വീണ്ടും ദൈവത്തെ വേണ്ട, മീൻസ് അപ്പനെ അമ്മയും വേണ്ട. ഇതാ ദൈവത്തിന്റെ ഹൃദയം കരങ്ങുകയാ, ദൈവത്തിന്റെ ഹൃദയം കലങ്ങി പറയുക. ദൈവം പറയുക, ആകാശമേ നീ കേട്ടോ, ഭൂമിയെ നീ ചെവിത, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അപ്പനും അമ്മയൊക്കെ ജീവിക്കണം ആർക്ക് വേണ്ടിയെന്ന് അറിയാമോ? ഏതൊരു അപ്പൻ്റെ അടുത്ത് ചോദിച്ചാലും അമ്മയോട് ചോദിച്ചാലും അവർ പറയും, അച്ഛോ ഞങ്ങൾ ജീവിക്കണം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ. എന്തിനാ ഈ കഠിനമായിട്ട് രാവിലെ എണീറ്റ് ജോലി, രാത്രി വരെ ജോലി, എന്തിനാ ഈ ജോലി ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ അനുഭവിച്ച വേദന മക്കൾ അനുഭവിക്കില്ലേ? ഞങ്ങളെ പലരും മാറ്റി നിർത്തിയിട്ടുണ്ട് അച്ഛാ, ഞങ്ങളെ മക്കളെ മാറ്റി നിർത്തരുത്. അവർ മാനിക്കപ്പെടണം, അവരനുഗ്രഹം പ്രാപിക്കണം. ഓരോ അപ്പനും അമ്മയും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കൾ വളർന്നു വരണം. ഇവിടെ ദൈവം തമ്പുരാൻ നമ്മുടെ സ്വർഗീയ പിതാവ് പറയുക, എവിടെയോ കിടന്ന ഈ മക്കളെ ഞാൻ അവരെ എൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവർക്ക് ജീവശ്വാസം നൽകി. അവർ പാപത്തിലേക്ക് പോയപ്പോൾ, അവരുടെ ജീവിതങ്ങൾ നാശക്കുഴിയിലായിരുന്നപ്പോൾ ഞാൻ അവരുടെ അരികിൽ പോയി അവരെ കൈക്ക് പിടിച്ചു, അവർക്ക് പാപമോചനം കൊടുത്തു, അവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി കൊണ്ടുവന്നു. പക്ഷെ ഇന്ന് എൻ്റെ മക്കള് എന്നോട് മത്സരിക്കുക. ധൂർത്തപുത്രൻ എന്ന് പറയുന്ന, അല്ലെ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ബൈബിൾ പറയുന്ന ഇളയ മകൻ ചെയ്തതും അപ്പനോട് ചോദിക്കുക, അപ്പ ഇങ്ങെടുക്ക്, എനിക്ക് കിട്ടേണ്ടത് ഇങ്ങെത്താ. ഇത് അപ്പൻ്റെ അമ്മയുടെയും ഡ്യൂട്ടിയാ. ഇപ്പം മക്കളുടെ ഭാഷ, ഈ 10 മാസം ചുമന്ന് പ്രസവിച്ച കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ കടമ. ഇനി നമ്മൾ ഈ കടമ ചെയ്ത് നമ്മുടെ മക്കളെ ചോദിക്കാൻ വേണം നമ്മൾ പെട്ട് ഇരിക്കുന്നത്. കർത്താവ് പറയുക, ദൈവം തമ്പുരാൻ പറയുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവമില്ല എന്ന് പറയുന്ന, ദൈവമില്ല എന്ന് പ്രസ്താവിപ്പാനായിട്ട് നെട്ടോട്ടമോടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാ അമ്മ പ്രാർത്ഥിക്കണ ദൈവം കേൾക്കോ? പലയിടത്ത് ചോദിച്ചാൽ വലിയച്ഛൻ ഇടയ്ക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് കേൾക്കുമായിരിക്കും. അങ്ങനെയുള്ള വിശ്വാസമെങ്കിലും ഉണ്ട്. ചിലർക്ക് പള്ളിയുമില്ല, ദൈവവുമില്ല, ദൈവിക ആരാധനയില്ല, വചനവും വായനയില്ല, കൂട്ടായ്മയില്ല. കാരണം ഇതൊക്കെ എന്തോ തട്ടിപ്പാ, ഇത് വെറുതെ പറയുക. ദൈവത്തെ അറിയാത്ത ഒരു ജനമായി ഈ കാലഘട്ടം മാറുകയാ. അവർ ദൈവത്തോട് മത്സരിക്കുക. കഴിഞ്ഞ നാളുകളിൽ ഒരു അസുഖം വന്നാൽ പറയും, ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുക. എവിടെ ഒടിവ്, എത്ര ശതമാനം ഒടിഞ്ഞിട്ടുണ്ട്, ചില മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ കൊണ്ടുവന്ന്
നുറുക്കി കൊടുത്താലും അവരെന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് അറിഞ്ഞിടത്തോണ്ടാണ്. ഹൈ ക്ലാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഈ എല്ലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് നുറുങ്ങി അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സമയം എടുത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ ഒടിഞ്ഞു പിറകി പോയ ആൾ നടന്നു വരും. പള്ളിയിൽ പോയി എന്തിനും പ്രാർത്ഥിക്കണോ? ഇതിനങ്ങ് കൊടുത്താൽ മതി. മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ വളരുകയാ. ദൈവത്തെക്കാളും വളരെ അധികമായി മനുഷ്യൻ വളരുകയാ. നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നൊരു കാലം എന്ന് പറയുന്നത് ഒറ്റപ്പെടലിൻ്റെ കാലമാണ്, അല്ലേ? ഒറ്റയ്ക്കിരുന്നപ്പോൾ ആണോ അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. എനിക്കൊത്തിരി വേദന വരുമ്പോഴും, ഞാൻ ഒറ്റയ്ക്കായി തനിച്ചായെന്ന് തോന്നുമ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തോട് അധികം ചേർന്നിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയല്ല ആയിരിക്കാം. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ദൈവത്തോട് നിങ്ങൾക്ക് ഭയങ്കര പ്രാർത്ഥനയും കാര്യമായിരിക്കും. എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവരുമായിട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. ഇന്ന് ഒറ്റപ്പെടൽ ഇല്ല, അറിയാമോ? ഒറ്റയ്ക്കിരിക്കണ്ട. പിന്നെ എന്ത് എടുത്ത് വെച്ചാൽ മതി? ഈസോൻ ആപ്പ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിരുന്ന നിങ്ങൾക്ക് ചാറ്റിങ്ങിന് അപ്പുറത്ത് വേണ്ട ആരും. അതറിയാമോ? നമ്മൾ ആദ്യം നോക്കാം ഫേസ്ബുക്ക്, വാട്സപ്പ്, ആരൊക്കെ ലൈവിലുണ്ട്. വലിയച്ഛൻ വന്നിട്ടുണ്ട്. എന്താണ് ഇന്ന് വലിയച്ഛൻ ഇങ്ങനെ കയറി വരിക? കൊച്ചൻ വന്നിട്ടുണ്ട്, ചേച്ചി വന്നിട്ടുണ്ട്, കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, കൂട്ടുകാരി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹായ് പറയും. അവരൊരു ഹായ് അയക്കുന്നു, നമ്മൾ മെസ്സേജ് അയക്കുന്നു, കോൺവെർസേഷൻ. ഇപ്പം അത് വേണ്ട. പിന്നെ എന്തുണ്ട് ഇതിനകത്ത്? ആർക്കെങ്കിലും അറിയാമോ? എന്തുണ്ടടാ? AI ഡെവലപ്മെൻറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മൾ ഹായ് പറഞ്ഞാൽ ഇതെന്ത് പറയും? തിരിച്ച് ഹായ് പറയും. നമുക്കിതിൽ സംസാരിക്കാം. അത് നമ്മളോട് തിരിച്ച് ഒരു വ്യക്തി ഇതൊക്കെ പഠിച്ചോണം. ഒരു വ്യക്തി അതായത് മനുഷ്യൻ കണ്ടുപിടിക്കുക, എടാ ഒറ്റ എണ്ണം പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് സംസാരിച്ചില്ലെങ്കിലും എനിക്ക് സംസാരിക്കാറുണ്ട്. AI ഉണ്ട്. ഇപ്പം മക്കളെയല്ല അപ്പനും അമ്മയൊക്കെ പോറ്റി വളർത്തണം. പിന്നെ ഇപ്പം എന്താണ്? പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു AI, ഒരു റോബോട്ടിക് മെഷീൻ വാങ്ങി വെച്ചാൽ, അലക്സ പ്ലീസ് ബ്രിങ് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ റോബോട്ട് കൊണ്ടുവന്ന് തരും. മക്കളെ പപ്പയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പറഞ്ഞാൽ മക്കൾ വന്നെന്ന് വരില്ല. അപ്പം മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ദൈവത്തെക്കാൾ വലുതാകണം. മക്കളെ പോറ്റി വളർത്തിയ ദൈവത്തെക്കാട്ടിലും വലുതാകാൻ മനുഷ്യൻ്റെ വിവര സാങ്കേതിക വിദ്യ ഇങ്ങനെ റോക്കറ്റ് വിട്ടതുപോലെ എത്ര സ്പീഡ് കൂട്ടാം, 5G മാറ്റി ഇനി എത്രത്തോളം G കയറ്റി എടുക്കാമെന്ന്, എത്ര പെട്ടെന്ന് MBs ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് ഇങ്ങനെ മനുഷ്യൻ ഓടുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യം, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, പക്ഷെ എൻ്റെ ജനം അറിയുന്നില്ല. ഇതാ ഈ കാലഘട്ടത്തിൻ്റെ പോക്ക്. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കണം എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ. ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പടയാളികൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. എന്തിനാ? ദൈവത്തെ അറിയുന്ന ഒരു തലമുറ നമ്മുടെ കുടുംബത്തിലുണ്ടാവണം, നമ്മുടെ ചുറ്റുപാടുമുണ്ടാവണം. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭകളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ചില അപ്പച്ചന്മാരൊക്കെ, അച്ഛാ പിള്ളേക്ക് 3 വയസ്സായുള്ളൂ, ഫേസ്ബുക്ക് നോക്കാൻ അറിയാം, നിങ്ങളിത് ചിരിക്കും. എൻ്റെ മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കണം. ഇപ്പം 2ാം ക്ലാസ്സിലാണ് എൻ്റെ മൂത്ത മോൻ പഠിക്കണേ. അവൻ കുഞ്ഞിലെ ഗെയിം ഡൗൺലോഡ് ചെയ്യും. അവൻ ഇംഗ്ലീഷ് ഇപ്പോഴും എഴുതാൻ വായിക്കാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അവൻ ഗെയിം ഡൗൺലോഡ് ചെയ്യും. എങ്ങനെയെന്നറിയാമോ? ഇതിനെടുത്ത് ഇങ്ങനെ പുതുക്കിയിട്ട് സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ വരും. മനസ്സിലായോ? ചിലരൊക്കെ പിള്ളേക്കറിയാച്ചാ, പിള്ളേക്കറിയാം, എൻ്റെ പിള്ള അങ്ങാണ് ഇങ്ങാണ്. കർത്താവിൽ പ്രിയരെ, രക്ഷ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ രക്ഷിതാവിനെ അറിയാതെ നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, നീ എത്രത്തോളം വളർന്നെന്ന് പറഞ്ഞാലും, പൂജ്യത്തിന് വിലയില്ലെന്ന് ഞാൻ പറയില്ല. പൂജ്യത്തിന് വില ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും വിലയില്ലാത്തതായി നമ്മുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകും.
നമ്മുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പറയുക, കാള തൻ്റെ ഉടയവനെ അറിയുന്നുണ്ട്. കാളയ്ക്ക് അറിയാം തൻ്റെ ഉടയവൻ ആരാണെന്ന്. കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി. മക്കളെ, പുൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. കഴിഞ്ഞ മാസം ഡിസംബർ ആയിരുന്നു. ആണോ? ഇവിടെയൊക്കെ അങ്ങനെ തന്നെ മാറ്റമുണ്ടോ? ചിലരൊക്കെ രൂക്ഷമായിട്ട് വെക്കണം. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് മാസം ഡിസംബർ ആയിരുന്നു. ആ ഡിസംബർ 24, 25 എന്തായിരുന്നു? ക്രിസ്മസ്. ഇവിടെയും ക്രിസ്മസ് ഉണ്ട്. ചിലയിടത്തൊക്കെ അതൊക്കെ മാറ്റമൊക്കെ ഉണ്ട്. പല രീതിയിൽ ഇങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങൾ, അതൊക്കെ അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമുക്ക് അപ്പോഴേ കേൾക്കുന്നൊരു സാധനമാണ്. എന്താണ് പുൽത്തൊട്ടി? എന്താണ് പുൽത്തൊട്ടി? പശുവിന് പുല്ല് കൊടുക്കുന്ന സ്ഥലം. ഇവിടെയൊക്കെ പണ്ട് ആടിന് എന്ത് ചെയ്യും? ഇല പറക്കും. അറിയാമോ? കണ്ടിട്ടുണ്ടോ? പ്ലാവല. വെറും ഇലയല്ല, പ്ലാവല. ഇങ്ങനെ ഒരു നീണ്ടൊരു കമ്പി. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചവരുടെ ജോലിയായിരുന്നു എന്ത് ചെയ്യുക? ഇതിനിങ്ങനെ കുത്തി 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 ഓരോന്ന് വീതം എടുക്കുക. എൻ്റെ അമ്മയുടെ സ്വദേശം കാഞ്ഞിരംകുളം. അപ്പോൾ എനിക്കതറിയാം. അതിങ്ങനെ കുത്തി എടുത്ത് എന്ത് ചെയ്യും? ആടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ നല്ല സ്നേഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? ഓരോ ഇല വീതം, വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാളയും കഴുതയൊക്കെ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. വിശന്നായി എവിടെ പോവും? എവിടെ പോവും? ഈ പുൽത്തൊട്ടിയിലേക്ക് നോക്ക്. യജമാനം വല്ലത് ഇട്ടിട്ടുണ്ടോന്ന്. ദൈവം തരുന്ന ഇടമാ ദൈവിക ആരാധന, ദൈവത്തോടൊപ്പം ഇരിക്കുന്ന ഇടങ്ങൾ. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാ. ദൈവത്തോടൊത്ത് വസിക്കുമ്പോൾ ദൈവം ചില നന്മകൾ എന്ത് ചെയ്യും? നമുക്ക് തരും. ഇതാരാ തരണത്? ദൈവം. ചിലരൊക്കെ പറയും, ഞാൻ എന്ത് ചെയ്തു? നേടി. ഇത് വെറുതെ കിട്ടിയതല്ല ചാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ അധ്വാനമാ, ഞാൻ നേടി. ഒരിക്കലും നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട്, വചനം പറയുന്നു, തൻ്റെ കൈവേല കൊണ്ട്, തൻ്റെ പ്രയത്നം കൊണ്ട് ഒന്നും കൂട്ടാനായിട്ട് മനുഷ്യന് കഴിയില്ല. തമ്പുരാൻ്റെ കൃപയ. ആ കൃപ എന്നുള്ളത്, ദാനം എന്നുള്ളതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ മത്സരിക്കുക. ഞാൻ നേടും, എനിക്കറിയാം എന്ന് മക്കളുടെയൊക്കെ ഒരു ഉത്തരം. പപ്പ പറയും, മക്കളുടെ അത് ചെയ്യരുത്, മക്കളെ അങ്ങനെ നീ പോവണ്ട, അത് വേണ്ട, ആ കുടുംബമായിട്ടുള്ള ബന്ധം വേണ്ട. അപ്പൊ പറയും, പപ്പ എത്രാം ക്ലാസ്സാണ് പഠിച്ചത്? അമ്മ എത്രാം ക്ലാസ്സാണ്? എനിക്കറിയാം. ഇത് മക്കൾ പറയുന്നത് പോലെയാണ്. ദൈവമക്കൾ ഇന്ന് ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ അങ്ങ് പള്ളിയിൽ ഇരുന്നാ മതി, അവിടത്തെ കാണാൻ വേണം, ഇനി അങ്ങോട്ട് വന്നോളാം, ഇങ്ങോട്ടൊന്നും കൂടുതലൊന്നും ഈ കാലഘട്ടത്തെ പറയുക. ഇങ്ങോട്ട് പറയണ്ട, നമ്മൾ എന്ത് ചെയ്തോളാം? പറഞ്ഞോളാം. ദൈവം പറയുന്നത് കേൾക്കാൻ ഇന്ന് ജനത്തിന് മനസ്സില്ല. നമുക്ക് പലപ്പോഴും മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുക. എന്തിന്? ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ദൈവം പറയണത് കേട്ട് ജീവിക്കാൻ. ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുന്നവർക്കാണ് എന്തുള്ളത്? രക്ഷയുള്ളത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ അനുഗ്രഹമാണ്. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും അനുഗ്രഹം, എങ്ങനെയെങ്കിലും വിടുതൽ ചിലപ്പോൾ കിട്ടിയേക്കും. ഇവിടെ കിട്ടും. നിത്യതയിൽ വേണമോ? ദൈവം പറയുന്നത് കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക, വളരെ പ്രാർത്ഥനയോടുകൂടെ. അല്പസമയം കൂടെ കഴിയുമ്പോൾ നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2024 ലാസ്റ്റ് 25 ദൈവം പറഞ്ഞ ഒരു കാര്യമുള്ളൂ. നീ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടല്ലേ. പിന്നെ ആരെ പിന്നാലെ ഓടണം? ആരുടെയും പിന്നാലെ ഓടണ്ട. നീ എന്ത് ചെയ്യണം? ദൈവം പറയണത്. പപ്പ പോയാ? രണ്ടുപേരുടെയും പപ്പയല്ലേ? അപ്പോഴേ ഈ പപ്പയും അമ്മയൊക്കെ 5 സെൻറ്റെങ്കിലും ഉണ്ടാ വീട്ടിൽ? ഉണ്ടാ? ഉണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വച്ചിരിക്കണമെന്ന് അറിയാമോ? അറിഞ്ഞൂടാ. ഇതാണ് ആ മനുഷ്യൻ പോയി വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം. പപ്പയമ്മയൊന്നും ഇതൊന്നും കൊണ്ടുപോകില്ല. ആരാദ്യം പോണോ അവരൊന്നും ഇത് കൊണ്ടുപോകില്ല. ഇവിടെ ഇട്ടിട്ട് പോവും. ആർക്ക് കിട്ടും? മക്കൾക്ക് കിട്ടും. പക്ഷെ മക്കൾ വഴിതെറ്റിപ്പോയാൽ കിട്ടുമോ? ചില അപ്പനമ്മയും പറയും, അച്ഛാ വല്ല അനാഥാലയത്തിൽ എഴുതും, പക്ഷെ അവന് കൊടുക്കില്ല. കാര്യം എന്താ? എൻ്റെ മകനാ, ഞാൻ എൻ്റെ മകനാ, എനിക്ക് കിട്ടിയതാ, എൻ്റെ മകളാ.
പക്ഷെ ഞാൻ പറയണതൊന്നും പറഞ്ഞേ കേൾക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവം ന്യായാധിപനാ, നീതിയുള്ളവനാ ദൈവം. ദൈവത്തിന് എങ്ങനെയാ? ദൈവത്തിന് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം മക്കളാ. ഈ ലോകത്തിൽ അത് ക്രിസ്ത്യാനി മാത്രമല്ല, ഹൈന്ദവനായാലും മുസൽമാനായാലും ഏത് ജാതിയിലായിരുന്നാലും ഏത് രാജ്യത്തിലായിരുന്നാലും കറുത്തവന് വെളുത്തവന് എങ്ങനെയുള്ള വ്യക്തിയായാലും അവൻ ദൈവത്തിൻ്റെ പൈതലാ. നേരത്തെ കുഞ്ഞു പറഞ്ഞ പോലെ ആർക്കാണെന്ന് അറിഞ്ഞുകൂടാ, പലർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന്. എനിക്ക് അന്നന്ന് വേണ്ടുന്നത് നൽകുന്ന ഒരു പുൽത്തൊട്ടിയിൽ എനിക്ക് വേണ്ടുന്നത് നൽകുന്നത് കഴുത അറിയുന്നു യജമാനൻ നൽകുന്നെന്ന്. ആ യജമാനൻ ആരാണെന്ന് മനുഷ്യൻ അറിഞ്ഞുകൂടാ, പല മനുഷ്യനും അറിഞ്ഞുകൂടാ. ദൈവമാ എനിക്ക് ഓരോ ദിവസം വേണ്ടുന്ന ഭക്ഷണം നൽകുന്നതെന്ന്. എനിക്കൊരു യജമാനുണ്ട്, എന്നെ പരിപാലിപ്പാൻ, എന്നെ കാത്തു പരിപാലിപ്പാൻ, എൻ്റെ കുടുംബത്തെ നോക്കുവാൻ, എൻ്റെ ഭാവിയെ കരുതുവാൻ എനിക്കൊരു യജമാനുണ്ടെന്ന് കാളയ്ക്കറിയാം. പക്ഷെ കാളയെ പോലെ വളർന്ന പോയിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് ഭൗതികമായും ആത്മീയമായും നമ്മളെ ദൈവം വളർത്തുമ്പോൾ പലപ്പോഴും നമുക്കറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു ഉടയവനുണ്ടെന്ന്, ഇങ്ങനെ ഒരു മാസ്റ്റർ എനിക്കുണ്ടെന്ന്. കർത്താവിൽ പ്രിയരെ, ഇന്നാളുകളിൽ പ്രാർത്ഥിക്കുക, ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ. അനുഗ്രഹം അതിനെ തുടർന്ന് കിട്ടും. സക്കയോസ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥന ഓപ്പണിംഗ് പ്രയറിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് സക്കയോസിൻ്റെ കാര്യം. എന്നെ പറയാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. സക്കയോസ് എപ്പോഴാണോ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ രക്ഷ, കർത്താവ് പറയും, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കേട്ടനുസരിക്കുന്നവർക്ക് രക്ഷ. അപ്പോസ്തലപ്രവൃത്തികളിൽ കാരാഗൃഹ പ്രമാണി ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ എന്ത് പറഞ്ഞു കൊടുത്തു? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഇസ് ആക്ഷൻ ഓറിയന്റഡ് ആവണം. വിശ്വാസം അത് പ്രവർത്തന തലത്തിലെത്തണം. അതിന് നമ്മൾ പഠിക്കുന്നൊരു പദമുണ്ട്, എന്താണ്? പ്രാക്സിസ്. അത് വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് നിൽക്കുക. വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് പോകണം. അതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. എനിക്ക് ഒരു രക്ഷകനുണ്ട്, എൻ്റെ ദൈവം എന്നെ കരുതും. ആ ദൈവത്തിൻ്റെ കൃപ മതി. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ദൈവത്തോട് മറുതലിക്കുന്ന മത്സരിക്കുന്ന അനേകം മക്കളുള്ളപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങണം. ദൈവത്തെ തേടിപ്പോകുന്നത്, ദൈവത്തെ അനുഗമിക്കുന്നത് ഈ ലോകത്തിൽ കുറച്ച് വസ്തു വാങ്ങാനോ ഈ ലോകത്തിൽ കുറച്ച് എന്തെങ്കിലും നേടാനോ അല്ല. പിന്നെയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രക്ഷ നേടാനാ, രക്ഷ പ്രാപിപ്പാൻ. ആകാശത്തിൻ്റെ കീഴിൽ വേറൊരു നാമമില്ല. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായൊരു രക്ഷയുണ്ട്. അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ നിത്യമായൊരു ശിക്ഷാവിധിയുണ്ട്. ഈ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് യേശുവിനെ പിന്തുടർന്നത്. ബാക്കി ധനവും മാനവും ഒക്കെ ബോണസ്. നമുക്ക് FD വേണോ ഇൻട്രസ്റ്റ് വേണോ? നിങ്ങൾക്ക് FDയും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. ലോണ് വല്ലതും ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ മനസ്സിലായോ? ഈ FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട്. അത് ഇടുമ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? മാസം പലിശ കിട്ടും. ഈ പലിശ കിട്ടുമ്പോൾ നമ്മൾ എന്താവും? വളരെ നോക്കൊള്ളാം, കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഈ FD കിട്ടിയാൽ പലിശ കിട്ടില്ല. പക്ഷെ FD ഉണ്ടെങ്കിൽ അവനാണെന്താണ് മുതലാളി. എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, FD കയ്യിൽ വേണം. അതായത് ദൈവം ഒരുക്കിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവം ഒരുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടാവണം. പിന്നെയാണ് ഈ ഇൻട്രസ്റ്റ് പോലെ വല്ലപ്പോഴേക്ക് കിട്ടുന്ന പലിശ പോലെയാണ് സൗഖ്യം. കിട്ടിയില്ലേലും ഞാൻ പറയും, സൗഖ്യം എന്ന് പറയുന്നത് ഹൃദയത്തിനകത്താണ്. അത് പ്രാപിക്കാതെ നമ്മൾ പുതിയ വൈറസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ല, നിത്യതയിൽ കാണാൻ വേണ്ടി.
ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന വലിയ തിരിച്ചറിവോടുകൂടെയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യമായ ജീവിതത്തിന് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകരണ്യ പ്രവർത്തനത്തിൽ എല്ലാ മക്കളും ഉണ്ടാകാൻ, ദൈവത്തിലൂടെ നിത്യമായ വിടുതൽ എല്ലാവരും പ്രാപിക്കുവാൻ, ഇവിടെ കണ്ടതിനേക്കാളുപരി ദൈവസന്നിധിയിൽ കാണുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശാന്തമായി എഴുന്നേറ്റ് നിൽക്കാം, ബാഹ്യമാകുന്ന കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം.